ഉപയോഗം കഴിഞ്ഞ നോട്ട് ബുക്കത്തെ കുറച്ച് പേജ് കൊടുത്ത് വന്നോളി. നമുക്കിന്ന് ക്യൂട്ടായിട്ടുള്ളൊരു നോട്ട് ബുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു പേപ്പർ അത്യാവശ്യം കട്ടിയുള്ളതായിക്കോട്ടെ. ഞാൻ ഡ്രോയിങ് ബുക്കത്തെ ഒരു പേജാണ് എടുത്തിട്ടുള്ളത്. എല്ലാ പേപ്പേഴ്സും ഒന്ന് ഹാഫാക്കി മടക്കിയിട്ട് കട്ടിയുള്ള പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കുക. ഞാനൊരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ബുക്കാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഹാർട്ട് വരച്ചെടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മടക്കിയ പേപ്പറിൻ്റെ ആ മടക്കിനോട് ചേർത്ത് വേണം നമ്മുടെ ഹാർട്ട് ഷേപ്പ് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഷേപ്പ് നമ്മളെ പേപ്പർക്കൊന്ന് വരച്ചെടുത്തിട്ട് ആ ഷേപ്പിൽ നമ്മളെ പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ആ കവർ പേജുമേ ഇഷ്ടമുള്ള പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തെടുത്തോളി. ഞാനൊരു പൂക്കി പെയിൻറ്റിംഗ് ഒക്കെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായെങ്കിലും സംഭവം ഞാൻ ഭംഗിയായിട്ട് തന്നെ അലങ്കോലാക്കിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ഭംഗിയിലൊക്കെ ചെയ്തോണ്ടി കേട്ടോ. പിന്നെ നമ്മളെ നോട്ട് ബുക്കിനെ ഒന്ന് ജോയിൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സൂചി നൂലെടുത്തിട്ട് സെൻറ്റർ പേജ് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് തുന്നി കൊടുത്തോളി. സ്റ്റാപ്ലർ പിന്നെ ഉണ്ടെങ്കിൽ സംഭവം ഒന്നും കൂടി എളുപ്പമായിരുന്നു. ഞാനിപ്പോൾ അതും തപ്പി പോയാൽ ഇന്നല്ല ഒരാഴ്ച കഴിഞ്ഞാലും ചിലപ്പോൾ വീഡിയോ ഇടാൻ പറ്റിക്കോളുന്നില്ല. അതുകൊണ്ട് ഞാൻ സൂചി നൂലും കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ആക്കിയിരിക്കണം. എന്തായാലും നമ്മളെ ഹാർട്ട് ഷേപ്പിലുള്ള നോട്ട് ബുക്ക് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയുമല്ലോ അല്ലേ. പിന്നെ അടുത്തതായിട്ട് ഏത് ഷേപ്പ് നോട്ട് ബുക്കാണ് ഉണ്ടാക്കേണ്ടതെന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ.